ജനങ്ങളെ അടക്കി ഭരിച്ച 3 ഏകാധിപതികൾ സ്റ്റാലിൻ, മമത, പിണറായി വിജയൻ. ഇവരുടെ വീഴ്ചയാണ് മെയ് 4-ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടത്. എന്നാൽ ഇവർ 3 പേരും അവരുടെ മാനസിക അവസ്ഥ, അവരുടെ ഇലക്ഷന് മുമ്പുള്ള അവരുടെ മാനസിക അവസ്ഥ തിരിച്ചു പിടിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ വളരെയധികം, സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്നും വളരെയധികം ശക്തമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യമാണ്. 2 ദിവസമായി തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മിണ്ടിയിട്ടില്ല, മൗനവ്രതത്തിലാണ് എന്നാണ് കേൾക്കുന്നത്. സ്റ്റാലിനും കരഞ്ഞുകൊണ്ടാണ് തൻ്റെ ഓഫീസ് വിട്ടിറങ്ങിയത്. മമത ഇറങ്ങില്ല എന്ന വാശിയിലാണ്. എന്തായാലും ഇപ്പോൾ ജിതിൻ കെ ജേക്കബ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. 3 ഏകാധിപതികളുടെ വീഴ്ചയാണ് മെയ് 4-ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്നാണ് ആ ഫേസ്ബുക്കിൻ്റെ തുടക്കം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. അവർക്ക് 3 പേർക്കും ഇതുവരെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാണ് ജിതിൻ കെ ജേക്കബിൻ്റെ നിരീക്ഷണം. അതിൽ 2 പേർ സ്വന്തം മണ്ഡലങ്ങളിൽ വരെ തോറ്റു. മറ്റൊരാൾ കഷ്ടിച്ച് കടന്നുകൂടി എങ്കിലും നാണം കെട്ട വിജയമായി പോയി. ഒരാൾ പൊട്ടിക്കരയുന്നു, മറ്റൊരാൾ ഞാൻ രാജിവെക്കില്ല, ജനഹിതം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഭ്രാന്തിയെപ്പോലെ തെരുവിൽ കിടന്ന് വായിൽ തോന്നിയതെല്ലാം പുലമ്പുന്നു. മറ്റേ കക്ഷിക്ക് നാവ് പൊങ്ങുന്നില്ല, തല കുനിച്ച് വേറെ ഏതോ ലോകത്ത് എന്ന പോലെ നടന്നു നീങ്ങുന്നു. ശരിയല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ 3 ഏകാധിപതികളെയും കാണുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. 3ൻ്റെയും കിളി പോയി എന്നതാണ് സത്യം എന്ന് ജിതിൻ പറയുന്നു. ഇവർ 3 പേരും കരുതിയത് ജീവിതകാലം മുഴുവൻ ചക്രവർത്തിമാരായി നാട് ഭരിക്കാം എന്നായിരുന്നു. അധികാരമില്ലാതെ ഇവർ 3 പേർക്കും ജീവിക്കാൻ കഴിയില്ല. അത്യാഡംബരത്തിലും 100 കണക്കിന് അനുചര വൃന്ദങ്ങളുടെ പരിചരണത്തിലും മാത്രം കഴിഞ്ഞവർ, 40ഉം 50ഉം ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയിൽ രാജകീയ യാത്രകൾ നടത്തിയവർ, സ്തുതിപാഠകരുടെയും ഖജനാവിലെ പണമെടുത്ത് നിയമിച്ച PR ഏജൻസികളുടെയും പുകഴ്ത്തലുകളും സ്തുതിഗീതങ്ങളും കണ്ടും കേട്ടും കോൾമയർ കൊണ്ടവർ, ചെറിയ വിമർശനങ്ങളെ പോലും ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തിയവർ, എന്ത് വൃത്തി കാണിച്ചാലും ന്യായീകരിക്കാൻ 100 കണക്കിന് അടിമകൾ എപ്പോഴും തയ്യാർ, കുനിയാൻ പറഞ്ഞാൽ മുട്ടിൽ ഇഴയുന്ന മാധ്യമങ്ങൾ, കുടുംബത്തോടൊപ്പം നമ്മുടെ നികുതിപ്പണം കൊണ്ട് വിദേശത്ത് കറങ്ങി നടന്നവർ, പാരീസിലെ ഹോട്ടലിൽ ഒരു ദിവസത്തെ താമസത്തിന് മാത്രം 10 ലക്ഷം രൂപയാണ് ഇതിലൊരാൾ സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിച്ചത്. ഇതിലൊരാളുടെ ഭരണകാലത്തെ സ്വകാര്യ ചിലവ് മാത്രം 100 കോടി രൂപയ്ക്ക് മുകളിൽ ആയിരുന്നു എന്നാണ് ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇവർക്ക് 3 പേർക്കും പ്രധാനം അവരുടെ കുടുംബങ്ങളായിരുന്നു. ഒരാൾ കല്യാണം കഴിച്ചില്ല എങ്കിലും ഒരു അനന്തരവനുണ്ട്. അധികാരമില്ലാത്ത ഇവരെ ഇവരുടെ കുടുംബാംഗങ്ങൾ പോലും വില കൽപ്പിക്കില്ല എന്ന് ഇവർ ഭയക്കുന്നുണ്ടാകാം. ഇത്രയും കാലം ജനാധിപത്യം പ്രസംഗിച്ച് നടന്ന ഇവർ 3 പേരും ജനഹിതം എതിരായപ്പോൾ ജനാധിപത്യത്തെ തള്ളിപ്പറയുന്നു. ഇവരുടെ മാനസിക നില തെറ്റി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചില ഏകാധിപതികളുടെ വീഴ്ച ഇങ്ങനെ തന്നെയായിരിക്കും. ജനങ്ങളുടെ ഭാഗ്യത്തിന് ഇവർ സംസ്ഥാനങ്ങളുടെ ഭരണാധികാരികൾ മാത്രമായി പോയി. ഇതിൽ ആരെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിൽ നമ്മുടെ ജനാധിപത്യം എപ്പോഴേ ഇവർ അട്ടിമറിച്ചേനെ. ഇവരുടെ ഭാവി ഏതെങ്കിലും മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാകുമോ, അതോ ഇവർ നാട് വിട്ടുപോകുമോ? ഇനി അതല്ല എങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വീണ്ടും ഇവർ തിരികെ വരുമോ? കാത്തിരുന്ന് കാണാം. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു നിരീക്ഷണം വളരെ കൃത്യമാണ്. കാരണം പഴയ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു പരാജയത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ഇവർക്ക് 3 പേർക്കും സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ മനോനില തെറ്റി ഇനി ഇവർ എന്തെങ്കിലും പിച്ചും പേയും പുലമ്പുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.